നമ്മുടെ സ്വന്തം നാട്ടിലില്ലെങ്കിലും വേറെ രാജ്യങ്ങളിലൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തായ നമ്മളെ സിബിയേട്ടൻ്റെ കൃഷിയാണ് കേട്ടത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മൂപ്പര് തന്നെ നോക്കി നോക്കാം. മൂപ്പര് രാവിലെ തന്നെ വെള്ളിയാഴ്ച ഒഴിവിൽ നല്ല പണിത്തിരക്കിലാണ്. അപ്പോൾ ഫുള്ള് മണ്ണല്ല കേട്ടോ, മണ്ണിലല്ല മൂപ്പര് കൃഷി ചെയ്യുന്നത്. ഈ ഗ്രോ ബാഗ് അതുപോലെ ചട്ടി അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ആയിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ മൂപ്പരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് മൂപ്പരുടെ കൃഷിയിടങ്ങളിൽ ഉള്ളത് എന്നുള്ളത്. സിബിയേട്ടാ, എത്ര കാലമായിട്ട് നിങ്ങൾ കൃഷി തുടങ്ങിയിട്ട് ഇവിടെ വന്നതിന് ശേഷം? ഞാൻ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് കൃഷിയോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് വെള്ളം നമ്മളെ സൗദി കുഴപ്പമില്ല നനയ്ക്കാനും നമുക്ക് താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ചട്ടിയൊക്കെ മൂപ്പറിനെ കുറച്ച് കൊണ്ടുവന്ന് നിൽക്കി. പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് ഗ്രോ ബാഗ് ഞാൻ കൊണ്ടുവന്നു. സൗദി അറേബ്യയിൽ 10-13 വർഷമായി. ഈ ഒരു റൂമിലേക്ക് മാറിയിട്ട് ഇപ്പൊ മണ്ണില്ല. മണ്ണ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് റോഡ് സൈഡിലൊക്കെ അങ്ങനെ പൊളിക്കുന്ന മണ്ണ് കുറച്ച്, പിന്നെ മണലൊക്കെ മിക്സ് ചെയ്താക്കി, പിന്നെ മെയിനായിട്ട് കുറച്ച് പ്രാവിന്റെ കാഷ്ടാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മളെ കമ്പനിയിൽ ഇഷ്ടംമാരുണ്ട്. അപ്പോൾ അവിടുത്തെ ക്ലീൻ ബോയിനോട് നമ്മൾ കവറിലാക്കി വെക്കാൻ പറയും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞാൻ അതിൻ്റെ ചൂട് കളയാൻ കുറച്ച് നേരം വെള്ളത്തിൽ അതിലിട്ടിട്ട് വെള്ളം നനച്ച് വെച്ച്, പിന്നെ ഇത് മണലും പിന്നെ റോഡ് അരികളിലുള്ള മണ്ണും ഒക്കെ അവിടെ മിക്സ് ചെയ്തിട്ട് ആണ് ചെയ്യല്. ഇവിടെ മെയിനായിട്ട് 2 ടാങ്കാണ്. 2 ടാങ്കിന്റെ ഇടയിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. 2 ടാങ്കിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അത് ഇന്ന് കാണിച്ചു കൊടുക്കണം. അവിടെയാണ് ഒരു മുരിങ്ങാക്കൊമ്പ് വെച്ചിട്ടുള്ളത്. ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉള്ളത്. മണ്ണ് എന്ന് പറയാൻ ഗ്യാപ്പ് ഇതാണ്. ഈ 2 ടാങ്ക്, ഒന്ന് വാട്ടർ ടാങ്കുമാണ്, ഒന്ന് നമ്മളെ ടോയ്ലറ്റിന്റെ ഒക്കെ ഒരു ടാങ്കാണ്. ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ നീളത്തിലുള്ളത്. ഇത് ഞാൻ വെച്ച തന്നെയാണ്. ഈ മുരിങ്ങാക്കൊമ്പ് നമ്മൾ വെച്ച തന്നെയാണ്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. നല്ല കായ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലം കായ ഉണ്ടാവലുണ്ട്. വേറെ മുരിങ്ങ അല്ലാണ്ട് ഗ്രോ ബാഗിൽ തക്കാളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, മത്തൻ വള്ളി ഉണ്ട്, പിന്നെ വെണ്ടക്ക ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്, പിന്നെ പുതിന ഉണ്ട്, പിന്നെ കറ്റാർവാഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ. പിന്നെ ഇത് നമ്മളെ ശർക്കര കിഴങ്ങാണ്. നമ്മളെ ലുലുന്ന് കിട്ടിയിട്ട് കാണുന്നത് പീസാക്കി കുഴിച്ചിട്ട് എന്നാണ് ചക്കര കിഴങ്ങിന്റെ വള്ളിയാണ് കാണുന്നത്. കയ്പൊക്കെ ആയിട്ടുണ്ടോ? കയ്പൊക്കെ ഇഷ്ടംമാരുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നിലത്ത് നമുക്ക് സ്ഥലമില്ലാത്തോണ്ടേ അങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. അവിടെ കയ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കാണുകയാണെങ്കിൽ ഇഷ്ടംമാതിരി സാധനം ഉണ്ടടാ. ഇതൊക്കെ കയ്പൊക്കെയാണ്. അതേമാതിരി ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതൊക്കെ കയ്പൊക്കെയാണ്. കപ്പയൊക്കെ നട്ടിട്ടുണ്ടല്ലേ? കപ്പ നാട്ടുന്നുണ്ട്. ഒരു 6 മാസത്തെ കപ്പ നല്ല രീതിയിൽ കൊണ്ടുവന്നാണ്. ഇപ്പോൾ 2 മാസമായി ഇപ്പോൾ വെച്ചിട്ട്. അത് 2 മാസമായി. ജെർജിലുണ്ടോ? ജെർജിലുണ്ട്. ഇത് അനാറിൻ്റെ തൈയാണ്. ഒരു അനാറിൻ്റെ തൈ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തൻ വള്ളി ഉണ്ട്. മത്തം ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. അവർ ഇത് കാട്ടുമ്പോൾ കായ വരുന്നുണ്ടല്ലേ. പിന്നെ ഇത് ബംഗാളി ചീരയാണ്. മറ്റേ പരിപ്പിട്ട് വെക്കണ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇങ്ങനെ പിന്നെ നമ്മള് കപ്സല കഴിക്കണ ജർജീറ ആണിത്. നമ്മള് കപ്സന്റെ കൂടെ ദഹനത്തിനൊക്കെ ഉപയോഗിക്കുന്ന ജെർജിലാണ്. അതുപോലെ കറിവേപ്പില നാട്ടിൽ നിന്ന് പോണ തൈയാണ്. ഇത് നമ്മള് ഷമാമല്ലേ, ഷമാമന്റെ തൈയാണിത്. ഷമാമന്റെ തൈയാണ്. അതായത് ഇവിടെ ഉണ്ട് ഷമാമന്റെ. ഉള്ള അക്കോമഡേഷൻ ആണ്, താമസ സ്ഥലമാണ് കേട്ടോ. അതിന്റെ ഇടയിലുള്ള കൃഷികളാണ്. അതുപോലെ തുളസിയാണ്. അതിൽ ഇത് നല്ല സ്മെല്ലാണിത്. ചായയിലിട്ട് കുടിക്കുക. ഇനി തൊണ്ടവേദന ഉണ്ടെങ്കിൽ ഇഞ്ചിയും ഇതും കൂടി കുത്തി പിഴിഞ്ഞ് നീര് കഴിക്കാനല്ലോ പെട്ടെന്ന് നമുക്ക് സാധാരണ ജലദോഷം കാര്യങ്ങളൊക്കെ മാറുന്ന ഒരു ഐറ്റമാണിത്. ഇയാൾ നല്ല സാധനം. അതേമാതിരി നമ്മള് ചീരമുളക് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ചീരമുളക് അറിയും. ഞങ്ങളുടെ നാട്ടില് കാന്താരി മുളക്. കാന്താരി മുളക്, ചീരമുളക് എന്നൊക്കെ പറയും. ഇതാണ്ട് ഇഷ്ടംമാതിരി നിറച്ച്. ഇത് നാട്ടില് വിത്ത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയാണിത്. അരിമുളക്, നല്ല ടേസ്റ്റാണ്. അതേപോലെ നമ്മളെ പറമ്പിലൊക്കെ കണ്ട് വന്നിരുന്ന ഒരു ഐറ്റമാണിത്. ഞൊട്ടാഞ്ഞൊടിയാൻ, ബെറി എന്നൊക്കെ പറയും. ഇത് പഴുത്ത നല്ല ടേസ്റ്റാണ്. ഇത് യൂട്യൂബിലൊക്കെ അടിച്ചപ്പോൾ ആൾക്കാർ കൃഷി ചെയ്യേണ്ട സാധനമാണിത്. ഇത് എങ്ങനെ ഒരു വിത്തോടെ വന്ന് പെട്ടതാണ്. ഞാൻ കുഴിച്ചിട്ടല്ല, പക്ഷെ പിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടു നടക്കാണ്. ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതാണെന്നാ പറയുന്നത് സാധനം. ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെന്നാ പറയണത്. അപ്പൊ അങ്ങനെ നിലനിർത്തിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഇത് നമ്മളെ പൈനാപ്പിളിന്റെ ഒരു തൈ. പൈനാപ്പിൾ വാങ്ങിയപ്പോ കൊണ്ട് വെച്ചാണ്. പക്ഷെ പിടിച്ചിട്ടുണ്ട് സാധനം ചെറുതായിട്ട്. ഇത് ഈ സാധനം എന്തൊരു ഓലയാണ്. ഇതൊരു നല്ല സ്മെല്ലുള്ളതാണ്. നമ്മള് ബിരിയാണിയിലൊക്കെ ഇടുന്ന ടൈപ്പ് സാധനം. അത് ഉണ്ടാവും ഈ ഒരു ഓല. ഇത് പൊട്ടിച്ച് തന്നെ നമുക്ക് പുട്ടുണ്ടാക്കുമ്പോള്, ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്.
സിബിയേട്ടൻ, നിങ്ങൾ ഈ ഒഴിവ് സമയങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് എന്തൊരു ഉദ്ദേശിക്കുന്നത്? ഈ കൃഷി ഇവിടെ ചെയ്യുമ്പോൾ ഒഴിവ് സമയത്ത് നമ്മളൊരു എന്റർടൈൻമെന്റ് കണ്ടെത്തുക. കുറച്ച് ടൈമിൽ വീട്ടിൽ വിളിക്കണോ, പിന്നുള്ള സമയത്ത് വെറുതെ ഇങ്ങനെ കുറെ നേരം മൊബൈലിൽ നോക്കി ഇരുന്ന് ചടച്ചിനേക്കാൻ നല്ലത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഇവിടെ ആണെങ്കിലും സഫലമാക്കുക എന്നുള്ളതാണ്. ഇതൊരു രസമാണ്. നമുക്ക് ഓരോ കായ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുമ്പോഴും ഒക്കെ ഒരു മനസ്സിനൊരു സുഖമാണ്. അതാണ് നമ്മൾ മെയിനായിട്ട്. ഇപ്പൊ നാട്ടിലാണെങ്കിലുള്ള സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ ഒരു വാഴയൊക്കെ വെച്ച് പോകുന്നു, നമുക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളെ കുട്ടികളത് അങ്ങനെ ഓരോന്നിങ്ങനെ ആയി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു മനസ്സിനൊരു സുഖമാണ് നമുക്ക്. നമ്മൾ അതേമാതിരി ഇവിടെ സ്ഥലം ഉണ്ടെന്ന് നോക്കാം. പക്ഷെ ഇതിന്റെ എന്താ വെച്ചാൽ ഈ സൗദി ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ വെള്ളം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും അതാണ് നമുക്ക് മെയിൻ. റൂം ഓണർ ഭയങ്കര സപ്പോർട്ടാണ്. ഈ വേനൽക്കാലത്താണെങ്കിലും നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമില്ല, വെള്ളം ഉപയോഗിച്ചതാണ്. അല്ലെങ്കിൽ ചട്ടികൾ കൊണ്ടുവരുന്നുണ്ട്. അതാണ് നമുക്ക് ഗ്രോ ബാഗൊക്കെ നടന്നു നടന്നതാണ്. ബാക്കിയുള്ള പൈസനൊക്കെ നമ്മൾ സൗദി കൊണ്ടുവന്നതാണ്. അതാണ് നമ്മുടെ റൂം ഓണർ ഒരു പ്രത്യേകത. അതന്നെ നമുക്ക് വലിയൊരു സപ്പോർട്ടല്ലേ. നമ്മൾ ഇതിനൊരു സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ മെയിനായിട്ട് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവരെന്നെ ഇപ്പോൾ വെള്ളമെങ്കിൽ പൈസ കൊടുത്ത് അടിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. അതൊന്നൊരു വിഷയമല്ല. ഓക്കെ, അപ്പൊ താങ്ക് യു.